ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, റബ്ബർ റോളർ അറൗണ്ട് വിച്ച് ദ പേപ്പർ മൂവ്സ് ഈസ് കോൾഡ് പ്ലേറ്റൻ ഓർ സിലിണ്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലേഡ്സ് എഗനിസ്റ്റ് വിച്ച് ദ പേപ്പർ ഈസ് പ്ലേസ്ഡ്. ബ്ലേഡ്സ് എഗനിസ്റ്റ് വിച്ച് ദ പേപ്പർ ഈസ് പ്ലേസ്ഡ്. ആൻസർ പേപ്പർ ഗൈഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, part of the typewriter which presses card and envelope close to the cylinder. Answer card holder. അടുത്ത question, part which indicates scale point where machine is ready to print. Answer എന്താണ്? printing point indicator ആണ്. printing point indicator. അടുത്ത question പറയാം, part of the typewriter which clamps the paper to cylinder. part of the typewriter which clamps the paper to the cylinder. Answer is paper bail. അടുത്ത question, lever to adjust the settings of margin is called marginal stop. lever to adjust the settings of margin is called marginal stop. അടുത്ത question, part which loosen paper for straightening or removing. part which loosen paper for straightening or removing. Answer is paper release. അടുത്ത question, lever at right to free carriage so that it can be moved by hand. lever at right to free carriage so that it can be moved by hand. Answer right carriage release ആണ്. അതായത് ക്യാരേജ് റിലീസ് ലെവർ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടല്ലോ. ഇവിടെ റൈറ്റ് ക്യാരേജ് റിലീസിൻ്റെ കാര്യമാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the line space lever rotates the ratchet wheel to effect proper line spacing. the line space lever rotates the ratchet wheel to effect proper line spacing. അടുത്ത question, carriage return lever is also known as line spacing lever. carriage return leverൻ്റെ വേറൊരു പേരാണ് ലൈൻ സ്പേസിംഗ് ലെവർ എന്ന് പറയും. അടുത്ത question, line space indicator positions. ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ പൊസിഷൻസ് സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ. 3 പൊസിഷൻസ് ആണ് വരുന്നത്. സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സ്പൂൾ ഷാഫ്റ്റ് ഇൻ എ ടൈപ്പ് റൈറ്റർ. നമ്പർ ഓഫ് സ്പൂൾ ഷാഫ്റ്റ് ഇൻ എ ടൈപ്പ് റൈറ്റർ. ആൻസർ ഈസ് 2. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്പൂൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ടു ഗീവ് ലെങ്ത് വൈസ് മൂവ്മെൻറ്റ് ടു ദ റിബൺ. അപ്പം റിബണിൻ്റെ ലെങ്ത് വൈസ് മൂവ്മെൻറ്റ് സഹായിക്കുന്നത് സ്പൂൾ ഷാഫ്റ്റ് ആണ്, അതിൻ്റെ റൊട്ടേഷനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് വൈസ് മൂവ്മെൻറ്റ് ഓഫ് ദ റിബൺ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ മെയിൻ സ്പ്രിംഗ് ഡ്രം. ദ ലെങ്ത് വൈസ് മൂവ്മെൻറ്റ് ഓഫ് ദ റിബൺ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ മെയിൻ സ്പ്രിംഗ് ഡ്രം. അടുത്തത്, റിബൺ റിവേഴ്സ് പിൻ ഈസ് യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ദ റിബൺ. റിബൺ റിവേഴ്സ് പിന്നാണ് എന്തിനുപയോഗിക്കുന്നത്? for changing the direction of the ribbon. അടുത്ത question, tabulator bits are fixed on the dash. tabulator bits are fixed on the tabulator rack. അടുത്ത question, tabulator rack is situated below the feed rollers in Remington typewriter. Remington typewriterൽ tabulator rack എവിടെയായിരിക്കുന്നത്? ബിലോ ദ ഫീഡ് റോളേഴ്സ്. ബിലോ ദ ഫീഡ് റോളേഴ്സിലാണ്, അതായത് ഫീഡ് റോളറിൻ്റെ അടിയിലാണ് എന്തിരിക്കുന്നത്? ടാബുലേറ്റർ റാക്ക് ഇരിക്കുന്നത് ഇൻ റെമിംഗ്ടൺ ടൈപ്പ് റൈറ്റർ. ദ കീ ടെൻഷൻ ക്യാൻ ബി റൈസ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് ദ പേഴ്സണൽ ടച്ച് റെഗുലേറ്റർ. ദ കീ ടെൻഷൻ ക്യാൻ ബി റൈസ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് ദ പേഴ്സണൽ ടച്ച് റെഗുലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോങ് ഗിയർ ഷാഫ്റ്റ് ഈസ് ആൾസോ കോൾഡ് മെയിൻ ഷാഫ്റ്റ്. ലോങ് ഗിയർ ഷാഫ്റ്റിൻ്റെ വേറൊരു പേര് മെയിൻ ഷാഫ്റ്റ് എന്നാണ്. അടുത്തത്, ബോത്ത് ദ സ്പൂൾ ഷാഫ്റ്റ് ആർ കണക്റ്റഡ് ബൈ. ബോത്ത് ദ സ്പൂൾ ഷാഫ്റ്റ് ആർ കണക്റ്റഡ് ബൈ മെയിൻ ഷാഫ്റ്റ്. 2 സ്പൂൾ ഷാഫ്റ്റും കണക്ട് ചെയ്യുന്നത് മെയിൻ ഷാഫ്റ്റ് വഴിയായിരിക്കും ടൈപ്പ് റൈറ്ററിൽ. അടുത്ത ക്വസ്റ്റ്യൻ, മെയിൻ ഷാഫ്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ റിബൺ റിവേഴ്സ് കീ. മെയിൻ ഷാഫ്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ റിബൺ റിവേഴ്സ് കീ. അടുത്ത ക്വസ്റ്റ്യൻ, number of rubber feet present in typewriter. number of rubber feet present in typewriter. എത്ര എണ്ണം ഉണ്ട്? 4. അടുത്ത, rubber feet provide stability for the typewriter.
Rubber feet provide stability for the typewriter. അടുത്ത ക്വസ്റ്റ്യൻ. In two colored ribbon, red is in bottom portion. In two colored ribbon, red എവിടെയാണ് കാണപ്പെടുന്നത്? ബോട്ടം പോർഷനിൽ. Another name for tabulator stop. Another name for tabulator stop എന്ന് പറയുന്നത് tabulator bit ആണ്. Tabulator bit. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റീവ് ഓഫ് യൂസിങ് എ സ്റ്റെൻസിൽ. ഒബ്ജക്റ്റീവ് ഓഫ് യൂസിങ് എ സ്റ്റെൻസിൽ. എന്തിനാണ് സ്റ്റെൻസിൽ ഉപയോഗിക്കുന്നത്? ടു ഗെറ്റ് സ്റ്റെൻസിൽ കോപ്പീസ് ക്വിക്കലി ആൻഡ് മിനിമൈസിങ് ദ ലേബർ ആൻഡ് ടൈം. About 1000 കോപ്പീസ് ക്യാൻ ബി അവൈലബിൾ ഫ്രം എ ഗുഡ് സ്റ്റെൻസിൽ. നല്ലൊരു സ്റ്റെൻസിൽ വെച്ച് നമുക്ക് 1000 കോപ്പീസ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. കറക്ഷൻസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ എ സ്റ്റെൻസിൽ യൂസിങ് കറക്റ്റിംഗ് ഫ്ലൂയിഡ്. അതായത് നമ്മൾ കറക്ഷൻസ് ഒക്കെ നടത്തുന്നത് സ്റ്റെൻസിലിൽ കറക്റ്റിംഗ് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണ്. കറക്റ്റിംഗ് ഫ്ലൂയിഡ് ബ്ലോക്സ് ദ കട്ട് പോർഷൻ ഓഫ് ദ സ്റ്റെൻസിൽ ആൻഡ് ദ കറക്റ്റ് മാറ്റർ ക്യാൻ ബി റീടൈപ്ഡ് ഇൻ ദാറ്റ് പ്ലേസ്. ഓഫീസ് നോട്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആർ ടൈപ്ഡ് ഇൻ ഡാഷ് ലൈൻ സ്പേസിംഗ്. ഓഫീസ് നോട്ട്സ് ഡോക്യുമെൻറ്റ്സും ഒക്കെ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ലൈൻ സ്പേസ് ഉപയോഗിച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ക്യാരേജ് റിലീസ് ലിവേഴ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ക്യാരേജ്. നമ്പർ ഓഫ് ക്യാരേജ് റിലീസ് ലെവേഴ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ക്യാരേജ് എത്രയാണ്? 2. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് യൂസ്ഫുൾ ടു അഡ്ജസ്റ്റ് ദ ലൈൻ ഓഫ് ടൈപ്പിംഗ് ആഫ്റ്റർ റീഇൻസേർട്ടിംഗ് ദ പേപ്പർ. ലൈൻ സ്കെയിൽ. ഡാഷ് ഈസ് യൂസ്ഫുൾ ടു അഡ്ജസ്റ്റ് ദ ലൈൻ ഓഫ് ടൈപ്പിംഗ് ആഫ്റ്റർ റീഇൻസേർട്ടിംഗ് ദ പേപ്പർ. ആൻസർ എന്താണ്? ലൈൻ സ്കെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈപ്പ് ബാർസ് ക്യാൻ പാസ് ത്രൂ ദ കോമൺ സെൻറ്റർ ആൻഡ് പ്രൊഡ്യൂസ് ഇംപ്രഷൻ ഓൺ ദ പേപ്പർ അറ്റ് എ ടൈം. നമ്മൾ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ബാർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര, അതായത് ഓരോ ടൈപ്പ് ബാർ വന്ന് അതിൽ വന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അറ്റ് എ ടൈമിൽ ഓരോ ലെറ്റർ അല്ലേ അവിടെ പ്രസ്സായി അല്ലെങ്കിൽ ടൈപ്പായി വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബിഫോർ ട്രാൻസ്പോർട്ടിംഗ് ദ മെഷീൻ ദ ക്യാരേജ് ഷുഡ് ബി ബ്രോട്ട് ടു ദ മിഡിൽ പൊസിഷൻ ആൻഡ് ഡാഷ് ഷുഡ് ബി ബ്രോട്ട് ടുഗദർ. അപ്പോൾ നമ്മൾ ടൈപ്പ് റൈറ്റർ എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ക്യാരേജ് മിഡിൽ പോർഷനിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ മാർജിനൽ സ്റ്റോപ്സും അതുപോലെ തന്നെ എവിടെ കൊണ്ടുവരും? ഷുഡ് ബി ബ്രോട്ട് ടുഗദർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് ടൈപ്പ് റൈറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഓഫീസസ്. ഓഫീസസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് റൈറ്റർ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററാണ്. 2 ടൈപ്പ് ടൈപ്പ് റൈറ്റർ ഉണ്ടല്ലോ, പോർട്ടബിളും സ്റ്റാൻഡേർഡും. അടുത്ത ക്വസ്റ്റ്യൻ. The clogged ink or dust in the typeface should be removed by using sharp pin. The clogged ink or dust in the typeface should be removed by using sharp pin. അടുത്ത ക്വസ്റ്റ്യൻ. Petrol and type brush are essential to clean the typewriters. അപ്പം നമുക്ക് ഈ പെട്രോളും അതുപോലെ തന്നെ ടൈപ്പ് ബ്രഷുമാണ് കൂടുതലായിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഈ ടൈപ്പ് ഫേസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 2 മെത്തേഡ്സ് ഓഫ് ടൈപ്പിംഗ്. 2 തരത്തിലുള്ള ടൈപ്പിംഗ് മെത്തേഡ് ഉണ്ട്, അറിയാലോ. ടച്ച് മെത്തേഡ് ആൻഡ് സൈറ്റ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് മെത്തേഡ് ഓഫ് ടൈപ്പിംഗ് ഗീവ് സ്പീഡ് ആൻഡ് ആക്യുറസി ആൻഡ് മിനിമൈസസ് സ്ട്രെയിൻ. ടച്ച് മെത്തേഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പിൾ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്പ്ലിറ്റിംഗ് അപ്വേർഡ്സ് ആൻഡ് അറ്റ് റൈറ്റ് എൻഡ് ആൻഡ് ഇൻ കോമ്പൗണ്ട് വേർഡ്സ്. ഹൈഫൻ. ഓക്കെ, ഏത് സിമ്പിളാണ്? ഹൈഫൻ ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത. ഓവർ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ് കോസസ് ജെർക്കി മൂവ്മെൻറ്റ്. ഓക്കെ, ജെർക്കി മൂവ്മെൻറ്റ് ഓഫ് ദ ക്യാരേജ്. അടുത്ത ക്വസ്റ്റ്യൻ. ലോ ടെൻഷൻ ഓഫ് ദ മെയിൻ സ്പ്രിംഗ് കോസസ് ഡാഷ് ഓഫ് ദ ക്യാരേജ്. അപ്പോൾ ലോ ടെൻഷൻ ആണെങ്കിൽ, ഓവർ ടെൻഷൻ ആണെങ്കിൽ ജെർക്കി മൂവ്മെൻറ്റും അതുപോലെ തന്നെ ലോ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ലഗിഷ് മൂവ്മെൻറ്റിനും കാരണമാകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പിനിയൻ വീൽ ഈസ് കണക്റ്റഡ് ടു. പിനിയൻ വീൽ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? എസ്കേപ്പ്മെൻറ്റ് വീലുമായിട്ടാണ്. നമ്പർ ഓഫ് ഡോഗ്സ് ഇൻ ഹാൽഡ ആൻഡ് റെമിങ്ടൺ ടൈപ്പ് റൈറ്റർ. എത്ര നമ്പർ ഓഫ് ഡോഗ്സ് ആണ് ഹാൽഡയിലും റെമിങ്ടണിലും? 2 dogs in Halda and Remington brand typewriters are loose dog and rigid dog. Loose dog and rigid dog. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ തുടർന്ന് ബാക്കിയുള്ള നോട്ട്സും ഇതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.